അന്തരിച്ച പ്രമുഖ നാടകകലാകാരൻ KV വിജേഷിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. കല്ലൂത്താൻ കടവിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. കോഴിക്കോട് പുതിയപാലം പൊതുശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ആദരം അർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് നമുക്ക് കാണാം. MA ബേബിയുടെ. വിജേഷിനെ ഒരിക്കലെങ്കിലും പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതുപോലെ അസാധാരണ പ്രതിഭയായിരുന്നു. നാടകരംഗത്ത്, ചലച്ചിത്ര രംഗത്ത്, ഗാനരചയിതാവ്, ഗായകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം വളരെ ഉന്നതമായ നിലവാരം പുലർത്തുകയും സാമൂഹികമായ പ്രതിബദ്ധത പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. കലാലോകത്തിനും സാമൂഹ്യ പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുന്നവർക്കും വളരെ വലിയ നഷ്ടമാണ്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി സംസാരിക്കുകയായിരുന്നു. ശരിക്കും ഈ വിജേഷ് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അനുഗ്രഹീതനായ ഒരു നാടക നടനായിരുന്നു. സമീർ C മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്. സമീറെ, വിശദാംശങ്ങൾ പറയും. എന്തായാലും നമ്മുടെ നാടകലോകം വളരെയേറെ ഈ വിയോഗം മൂലം വലിയൊരു നഷ്ടത്തിനാണ് കാരണമായിരിക്കുന്നത്. ശരിക്കും ഹൃദയാഘാതമായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുഴഞ്ഞു വീട് മരിക്കുന്നവരെണ്ണം വളരെ കൂടുന്നൊരു സാഹചര്യത്തിലാണ് വിജേഷിനും ഇങ്ങനെ ഒരു ദാരുണമായ അന്ത്യമുണ്ടായത്. KV വിജേഷിൻ്റെ സംസ്കാരം ഇന്നാണ് ഉണ്ടാവുക. അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത് ഇപ്പോൾ CPM സംസ്ഥാന ദേശീയ സെക്രട്ടറി MA ബേബിയാണ്. അല്പസമയത്തിനകം സമീർ C മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരും. സമീറെ, ശരിക്കും വലിയൊരു നാടക കലാകാരനായിരുന്നു വിജേഷ്. പറയും. SKN സൂചിപ്പിച്ചതുപോലെയാണ് നാടക കലാകാരൻ എന്നതിലപ്പുറത്ത് അദ്ദേഹം വലിയ സിനിമയുടെ കൂടെ ഭാഗമായിക്കൊണ്ട് വലിയ ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗമാണ് ഇന്നലെ ഉണ്ടായത്. അതുമാകട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തുടിച്ചു നിൽക്കുന്ന നാടക കളരിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വിയോഗവും സംഭവിച്ചത്. എറണാകുളം തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ വിദ്യാർത്ഥികൾക്കൊപ്പം അദ്ദേഹം നാടക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വേളയിലാണ് കുഴഞ്ഞു വീണത്. പിന്നീട് ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും ചെയ്തു. നിരവധി നാടകങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അഭിനേതാവ്, അതുപോലെ തന്നെ സംവിധായകൻ, നാടക പരിശീലകൻ, നാടക രചയിതാവ് തുടങ്ങിയിട്ടുള്ള മേഖലയിൽ അദ്ദേഹം ശ്രദ്ധേയനാണ്. അതുപോലെ തന്നെ സിനിമകൾക്ക് വേണ്ടി പാട്ടെഴുതിയും അതുപോലെ സിനിമകൾക്ക് വേണ്ടി താരങ്ങളെ വാർത്തെടുത്തും അങ്ങനെ നിരവധിയായിട്ടുള്ള ശിഷ്യഗണങ്ങൾ കൂടിയുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിയോഗമാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നലെ പൊതുദർശനം ഉണ്ടായിരുന്നു. നിരവധി പേരാണ് അദ്ദേഹത്തെ എത്തിക്കൊണ്ട് ടൗൺ ഹാളിൽ എത്തിക്കൊണ്ട് പൊതുദർശനത്തിൻ്റെ ഭാഗമായത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പൊതുദർശനം തുടരുന്നത്. കല്ലുത്താൻ കടവിലെ വീട്ടിലെത്തിക്കൊണ്ട് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങൾ, അതുപോലെ തന്നെ സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെയാണ് മലയാളികൾ ഏറ്റുപാടിയ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടാതെപ്പാ എന്നുള്ള ഒരു ഗാനം. അത് എല്ലായിടത്തും ഓരോ മലയാളിയും ഏറ്റുപാടുന്ന ഒരു ഗാനമാണ്. അത്തരത്തിലുള്ള അനേകം നാടക ഗാനങ്ങളുടെ രചയിതാവ് കൂടിയാണ് വിജേഷ്. അദ്ദേഹത്തിൻ്റെ വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം 10 മണിയോടുകൂടെ തന്നെ നടക്കും. കോഴിക്കോട് പുതിയ പാലത്തെ പൊതുശ്മശാനത്തിൽ വെച്ചുകൊണ്ടായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. നിരവധി പേരാണ് വിജേഷിനെ കാണുന്നതിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി കൊണ്ട് വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.